നാളെ ശനിയാഴ്ച ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനും ആഗ്രഹ സാധ്യത്തിനും വേണ്ടിയിട്ട് വീട്ടിലോ വീടിനടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലോ ചെയ്യേണ്ടുന്നൊരു റിച്വലിനെ കുറിച്ചാണ് പറയുന്നത്. നാളെ ഏതൊരു സമയത്തും, അതായത് സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയത്തിനുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാം. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം, ഫോട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ഒരു പ്രതിമയ്ക്ക് മുൻപിലായിട്ട് ഭഗവാന് മുൻപിൽ ഒരു നെയ് ദീപം ജാസ്മിൻ ഓയിൽ കൊണ്ട് അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ടുള്ള, ഇതിലെന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ഒരു ദീപം കൊളുത്തി വെക്കുക. ശേഷം ഹനുമാൻ സ്വാമിക്ക് ഓറഞ്ച് കളറിലെ സിന്ദൂരം, അതാണ് ഹനുമാന് നമ്മൾ സമർപ്പിക്കേണ്ടുന്ന സിന്ദൂരം. ഓറഞ്ച് കളറിലെ സിന്ദൂരം സമർപ്പിക്കുക. ഇനി നിങ്ങൾക്കത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് കളറിലെ, ചുമന്ന കളറിലെ എന്തൊരു പുഷ്പവും നിങ്ങൾക്ക് ഹനുമാന് സമർപ്പിക്കാവുന്നതാണ്. ശേഷം പ്രസാദമായിട്ട് ഒന്നെങ്കിൽ ബൂന്തി ലഡൂസ്, അതായത് നമ്മുടെ ലഡു ഉണ്ടല്ലോ യെല്ലോ കളറിലെ, അത് സമർപ്പിക്കാം. അങ്ങനെ അല്ലെങ്കിൽ റോസ്റ്റഡ് കടലയും ശർക്കരയും സമർപ്പിക്കാം. നമ്മുടെ കറി വെക്കുന്ന കടല അത് വറുത്ത് അതിനോടൊപ്പം ശർക്കരയും കൂടി സമർപ്പിക്കുന്നത് വളരെ വളരെ ഇഷ്ടമാണ് ഹനുമാൻ സ്വാമിക്ക്. അത് സമർപ്പിച്ചതിന് ശേഷം ഹനുമാൻ സ്വാമിക്ക് മുൻപിലിരുന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം പറയുക. 108 പ്രാവശ്യം ഓം ഹം ഹനുമതേ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലുക. 108 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു കണക്കാണ്. 1008 പ്രാവശ്യം ജപിക്കാൻ പറ്റിയാലും വളരെ വളരെ നല്ലതാണ്. അപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ജപിക്കാം. ഒപ്പം തന്നെ ഹനുമാൻ ചാലിസയും കൂടിയിട്ട് ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഈ ഒരു കാര്യം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് 5, 7, 11 ശനിയാഴ്ചകളിലോ നാളെ മാത്രമോ ആയിട്ട് ചെയ്യാവുന്നതാണ്. കർത്തവാവാണ് ഈ വരുന്ന ജനുവരി 18 ഞായറാഴ്ച. 100 വർഷത്തെ പുണ്യം ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാവും.